നമസ്കാരം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി. ഇതോടെ വീണ്ടും കോൺഗ്രസിൽ ഇപ്പോൾ ഗ്രൂപ്പ് പോര് അതിശക്തമാവുകയാണ്. വയനാട് സീറ്റ് ഐ ഗ്രൂപ്പിന് അവകാശപ്പെട്ടതാണെന്നും അത് എ ഗ്രൂപ്പിന് നൽകാൻ കഴിയില്ല എന്നുമാണ് ചെന്നിത്തല വിഭാഗത്തിന്റെ നിലപാട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ മത്സരിപ്പിക്കാൻ ഐ ഗ്രൂപ്പ് നീക്കം സജീവമാക്കി. വേണുഗോപാലും സീറ്റിനു വേണ്ടി തന്ത്രങ്ങൾ മെനയുന്നതായുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ഇതിനിടെ വയനാട്ടിലെയും മലപ്പുറത്തെയും പ്രവർത്തകരും നേതാക്കളും നിരാശയിലാണ്. രാഹുൽ എത്തും എന്ന പ്രതീക്ഷ തെറ്റിച്ചതിനു പിന്നിൽ ഇടതുപക്ഷമാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇതിനു കാരണം. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ വാക്കിന് രാഹുൽ പ്രാധാന്യം നൽകിയില്ല. കേരളത്തിലെ എതിരാളിയായ CPMന്റെ സമ്മർദ്ദത്തിൽ കോൺഗ്രസ് വീഴുമ്പോൾ കേരളത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയാകും എന്നാണ് പ്രതീക്ഷ. വയനാട്ടിൽ ഗ്രൂപ്പ് തർക്കം രൂക്ഷമാകുമ്പോൾ കരുതലോടുകൂടിയാണ് എ ഗ്രൂപ്പിന്റെ നീക്കം. വയനാട്ടെ സ്ഥാനാർത്ഥിയെ KPCC പ്രഖ്യാപിച്ചിരുന്നു. T സിദ്ദിഖ് വയനാട്ടിൽ പ്രചാരണവും ആരംഭിച്ചു. പിന്നീട് രാഹുലിനു വേണ്ടി പിന്മാറി. മാറിയ സാഹചര്യത്തിൽ സിദ്ദിഖിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്നു തന്നെയാണ് ഉമ്മൻചാണ്ടി പറയുന്നത്. ഇല്ലാത്ത പക്ഷം ഒരു സഹകരണവും ഉണ്ടാകില്ലെന്നാണ് ഉമ്മൻചാണ്ടിയുടെ ഭീഷണി. ഇത് ഹൈക്കമാൻഡിനെയും സമ്മർദ്ദത്തിലാക്കുന്നു. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും കൂട്ടനും ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശത്തെ തള്ളണം എന്ന അഭിപ്രായക്കാരാണ്. വയനാട്ടിൽ മത്സരിച്ചാൽ അത് ദേശീയ തലത്തിൽ പ്രതിപക്ഷ സഖ്യത്തെ ബാധിക്കുമെന്ന സന്ദേശം കോൺഗ്രസിനെ അറിയിച്ച് UPA സഖ്യകക്ഷി നേതാക്കൾ എത്തിയതാണ് കേരള നേതാക്കളുടെ പ്രതീക്ഷ തെറ്റിച്ചത്. രാഹുലിന്റെ മത്സര നീക്കത്തിൽ ഇടതുപക്ഷത്തിനുള്ള നീരസം ശരത് പവാറും ശരത് യാദവും രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും അറിയിച്ചു. വയനാട്ടിൽ CPIക്കെതിരെ മത്സരിക്കുന്നത് തെറ്റായ രാഷ്ട്രീയ സന്ദേശം നൽകുമെന്നും തെരഞ്ഞെടുപ്പിനു ശേഷം ഇടതുകക്ഷികളുമായി കൈകോർക്കുന്നതിന് തടസ്സമാകുമെന്നും ഇരു നേതാക്കളും ചൂണ്ടിക്കാട്ടിയതോടുകൂടിയാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായിരിക്കുന്നത്. ഇതോടെ രാഹുൽ വയനാട്ടിൽ മത്സരിക്കേണ്ട എന്ന നിലപാടിലെത്തുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോഴും പൂർണ്ണമായും തള്ളാനും കഴിയുന്നില്ല. അമേഠിയിലെ ജയസാധ്യതയിൽ രാഹുലിന് സംശയങ്ങളുണ്ട്. അതിനാലാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളുന്നത്. 4-നാണ് വയനാട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി. അതിനു മുമ്പ് തീരുമാനം എടുക്കേണ്ടതുണ്ട്. കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്നലെയും വയനാടിന്റെ കാര്യം ചർച്ച ചെയ്തില്ല. രാഹുൽ, സോണിയ, പ്രവർത്തക സമിതി അംഗങ്ങളായ AK ആന്റണി, KC വേണുഗോപാൽ എന്നിവരുൾപ്പെടെ പങ്കെടുത്ത യോഗത്തിൽ ബീഹാർ, രാജസ്ഥാൻ, ഹിമാചൽ, ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം ചർച്ച ചെയ്തു പിരിയുകയായിരുന്നു. ഒഡീഷ ചർച്ചയിൽ സംസ്ഥാനത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ VD സതീശനും പങ്കെടുത്തു. വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം പാർട്ടിയുടെ ഔദ്യോഗിക സമിതികളിൽ ഇനി ചർച്ച ചെയ്തേക്കില്ല എന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. തീരുമാനമെടുക്കേണ്ടത് രാഹുൽ മാത്രമായതിനാൽ ചർച്ച ഇനി ആവശ്യമില്ലെന്നാണ് വിലയിരുത്തൽ. ഇതിനിടെയാണ് KC വേണുഗോപാലിന്റെ പേര് വീണ്ടും ചർച്ചയാവുന്നത്. വയനാട്, വടകര മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ എന്ന് പ്രഖ്യാപിക്കുമെന്ന് ആർക്കും ഉറപ്പില്ലാത്ത അവസ്ഥ. ഒരാഴ്ചയായി തുടരുന്ന അനിശ്ചിതാവസ്ഥയ്ക്ക് വിരാമമിടുമെന്നു കരുതിയ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിലും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ മറുപടിയുണ്ടായില്ല. ബീഹാർ, ഉത്തർപ്രദേശ്, അസം എന്നീ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ മാത്രം ചർച്ചയൊതുങ്ങി. കേരളത്തിൽ നിന്നടക്കം എത്തിയ നേതാക്കളെ നിരാശപ്പെടുത്തുന്നതായിരുന്നു രാഹുലിന്റെ നീക്കം. തുടർന്നാണ് വയനാട്, വടകര മണ്ഡലങ്ങളിലെ പ്രഖ്യാപനം വൈകുന്നതിലെ ആശങ്ക കേരള നേതാക്കൾ ഇപ്പോൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. പ്രചാരണത്തെയും മുന്നണിയെയും ഇത് ബാധിക്കുന്നു. പ്രവർത്തകർ നിരാശരായതിനാൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം അനിവാര്യമാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നിട്ടും രാഹുൽ പ്രതികരിച്ചില്ല. രാഹുലിന്റെ വയനാട് സ്ഥാനാർത്ഥിത്വ സാധ്യത മങ്ങുമ്പോഴും നിലപാട് അറിയിക്കാത്തതാണ് നേതാക്കളെ കുഴക്കുന്നത്. കർണാടകയിൽ നിന്നും മുഖ്യ ശത്രുവായ BJPക്കെതിരെ മത്സരിക്കണമെന്നു തന്നെയാണ് ഘടകകക്ഷികളുടെ നിർദ്ദേശം.